അൽഹംദുലില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹഫിളുദ്ദീനി വൽ ഖുർആൻ ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖ്ഫിർ ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മഹ وقل رب ارحمهما كما ربياني صغيرا قال رسول الله صلى الله عليه وسلم الجنة تحت أقدام الأمهات ആരൊരാൾ പാടുന്ന താരാട്ടു കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ അതിലെൻ്റുമ്മാൻ്റെ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ അതിലെൻ്റുമ്മാൻ്റെ സ്വരമേ. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയ കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതും നമ്മളുടെ കൂടലും പിരിയലും ഈ സുന്ദരമായ പവിത്രമായ വെള്ളിയാഴ്ചയുടെ പൗർണമി രാവ് അല്ലാഹു നമ്മിൽ നിന്നും ഖബൂലാക്കുമാറാകട്ടെ. ഉമ്മ എന്ന തീരാത്ത കവിത എന്ന വിഷയത്തിലേക്ക് അല്പം നമുക്ക് സഞ്ചരിക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരിക്കൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് ഒരു സഹാബി വരികയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കിലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മൻ അഹഖുന്നാസി ബിഹുസ്നി സ്വഹാബതി. ഓ യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടമപ്പെട്ടത്, എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് ആരോടാണ് നബിയേ? ചോദിച്ച ചോദ്യത്തിന് അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി നിന്റെ ഉമ്മയോടാണ്. രണ്ടാമതും ആവർത്തിച്ചു, ഞാൻ ഇനി ആരോടാണ്? രണ്ടാമത് ആരോടാണ്? അവിടുന്ന് പറഞ്ഞു നിന്റെ ഉമ്മയോട്. സുമ്മമൻ, പിന്നെ ആരോടാണ് ചോദിച്ചു. ഉമ്മുക. മൂന്നാമത്തെ ഉത്തരവും നിന്റെ ഉമ്മയോടാണ്. ആദ്യത്തെ 3 ഉത്തരവും അവിടുന്ന് ഉമ്മയോടാണ് പറഞ്ഞത്. ചോദ്യകർത്താവിന് അറിയാനുള്ള ആഗ്രഹം നാലാമതൊരാളാരാണ്, ഇനി ഈ ഉമ്മയ്ക്ക് ശേഷം ആരാണ് എന്നാണ് അറിയേണ്ടത്. അതിലെ തഴവ ഉസ്താദ് പറയുന്നത്, ഗർഭം ചുമന്നത് 10 മാസവും ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണേ, ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണേ. ലോകത്തിൻ്റെ നേതാവ് ആരംഭപ്പൂവായ അമിനാന്റെ പൊന്നുമോൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് അവിടുന്ന് സ്വഹാബി ചോദിച്ചപ്പോ ആദ്യത്തെ 3 സ്ഥാനവും അടുപ്പിലെ കൂട്ടുകാരെ, അടുക്കളയുടെ അരമനയുടെ അകത്തളങ്ങളിൽ അവിടുന്ന് കരിപുരണ്ട ഈ കൂലി വാങ്ങാത്ത, ഇന്നേ വരെ നമ്മൾ ചെയ്യുന്ന ജോലികൾക്കും ആ ഉമ്മ ചെയ്യുന്ന ജോലികൾക്കും ശമ്പളം വാങ്ങാത്ത ആ ഉമ്മക്ക് രാജകുമാരിക്കല്ലേ 3 സ്ഥാനം അവിടുന്ന് ആദ്യത്തെ 3 സ്ഥാനവും കൊടുത്തത്.
അതാണ് കൂട്ടുകാരെ, നമ്മൾ ഉമ്മയോട് വല്ലാതെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് അവരോടാണ്. അവിടെ നിന്നല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത്, വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മാക്ക് താഴ്ത്തിക്കൊടുക്കണോ, നിങ്ങളുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണേ. അവിടുന്ന് അള്ളാഹു പറയുകയാ, നിങ്ങളുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്. ആ ഉമ്മാന്റെ കണ്ണീര് വാങ്ങല്ല, ആ ഉമ്മാന്റെ ഒരു തുള്ളി കണ്ണുനീരാ. ഓ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനും നിങ്ങളും കാരണം ആ ഉമ്മാന്റെ ഒരു തുള്ളി കണ്ണുനീര് വന്നാ വല്ലാഹി സത്യം സുമ്മ വല്ലാഹി സത്യം ഉറപ്പാ, ആ ദുനിയാവിൽ തന്നെ നമ്മൾ അത് അനുഭവിച്ചിട്ടേ പോവുകയുള്ളൂ. കൂട്ടുകാരെ, നിങ്ങൾക്ക് കേൾക്കണോ, അവിടുന്ന് മുത്ത് റസൂലുള്ള പറഞ്ഞത്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാ. ഉമ്മാന്റെ കാലടി പാദത്തിലാണ് സ്വർഗമെന്നത്. മദീനയുടെ മണലാരങ്ങളിലൂടെ മലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, കൂട്ടുകാരെ, ഉമ്മയുടെ ദുആ നമുക്ക് അത്രയും പവറാ. തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് അവിടുന്നതാ മൂസാ നബി കയറി ചെല്ലുമ്പോ, അള്ളാന്റെ വഹീന് വേണ്ടി കയറി ചെല്ലുമ്പോ ഒന്ന് വഴുതി വീഴുകയാ. അവിടുന്ന് അള്ള പറഞ്ഞു, മൂസാ ഒന്ന് സൂക്ഷിക്കണേ മൂസാ, ഇനി മുതൽ നിന്റെ ഉമ്മാന്റെ ദുആ അങ്ങയുടെ കൂടെയില്ല. ഉമ്മക്ക് അത്രയും പവറാ കൂട്ടുകാരെ. അതുകൊണ്ട് തന്നെ നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം ഇങ്ങോട്ടും ലഭിക്കണം. അതൊക്കെ ഒരു കണ്ടീഷനുകളാ. നമ്മളെല്ലാം അങ്ങനെ റീപ്ലേക്ക് അങ്ങനെ വൈകിപ്പോയാൽ പിന്നെ ആ സ്നേഹമൊക്കെ പൊളിഞ്ഞു പോകും. എന്നാൽ നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിലും നമുക്ക് തിരിച്ചു തരുന്ന സ്നേഹം രണ്ട് ജന്മങ്ങള്. അവർക്കതാ ഒരു നിലക്കും നമ്മളോട് വിട്ടുവീഴ്ചയില്ലാതെ നമ്മളോട് എല്ലാം പൊരുത്തപ്പെട്ട് എല്ലാം സഹിച്ച ആ ത്യാഗങ്ങൾ കേട്ടാൽ എത്രയാ കൂട്ടുകാരെ. ഒരിക്കലതാ മദീനയുടെ ആ പള്ളിക്കാട്ടിലൂടെ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇമാം ഖല്യൂബി അവിടുത്തെ നവാദിറിൽ പറയുകയാ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ ഫൈദുൽ ഹാഫിളിൽ പറയുന്ന ഒരു ചരിത്രമുണ്ട്. ആ മദീനയുടെ ആ പള്ളി മിനാരങ്ങളിലൂടെ നടന്ന് സഞ്ചരിക്കുമ്പോ ഒരു ഖബറാളി അവിടെ നിന്ന് കരയുകയാ, അൽ അമാനു അൽ അമാനു അൽ അമാനു മിനൽ അദാബ്. എൻ്റെ ഈ ശിക്ഷയിൽ നിന്ന് എനിക്കൊരു മോചനം വേണം യാ റസൂലല്ലാഹ്. അവിടെന്ന് പറയുമ്പോ അവിടെന്നതാ സൽമാൻ ഫാരിസിയെ വിളിച്ചുകൊണ്ട് പറയുകയാ, സൽമാൻ മദീനയൊന്ന് വിളംബരം ചെയ്യണേ സൽമാൻ, ഈ ഖബറാളി ആരുടേതാ? അവിടെന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി. അവിടെന്ന് എല്ലാവരും വന്നു പോയി. പക്ഷേ ഈ ഖബർ അവിടത്തെ ആരും വരുന്നില്ല. അവസാനം വരുന്നത് അതാ ഒരു ഉമ്മ വെച്ചു വെല്ല നടന്നു വരികയാ. ആ ഉമ്മ വന്നുകൊണ്ട് ഇതെന്റെ മോന്റെ ഖബറാ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ ചോദിച്ചു, സംതൃപ്തിയോടെയല്ലയോ നിങ്ങളുടെ മകൻ നിങ്ങളോട് വിട വാങ്ങിയത്? പറഞ്ഞു, അതെ, എങ്കിലും എൻ്റെ മകന് എന്നെ ലഹരി കൊണ്ട് മർദ്ദിച്ചു വന്ന് ആക്രമിച്ചിരുന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് അവിടെ നിന്ന് ആ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഇവിടെ അനുഭവിക്കുന്നത് നിങ്ങളും കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ അവിടെ നിന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ആ ഉമ്മാക്ക് ഷഫാഅത്ത്, ആ മകന് അവിടെ നിന്ന് ഖബറിൽ നിന്ന് മോചനം ലഭിക്കുകയാണ്. മേരേ വജൂദ് കാ സാരാ നിസാം താം ഹേ. നമ്മുടെ എന്തൊരു നിയമത്തുകൾ നമുക്ക് വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ഉമ്മയിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ വലാ തഖുൽ ലഹുമാ ഉഫ്,
നിങ്ങൾ ഛേ എന്ന വാക്ക് പോലും പറയരുതേ. നിങ്ങളുടെ ഉമ്മയോടും ബാപ്പയോടും നിങ്ങൾ സൂക്ഷിച്ചു പെരുമാറണം. അതാ ദി ഫാദർ മിഡിൽ ഡോർ ഓഫ് ജന്ന. നിങ്ങളുടെ ഉപ്പയും അങ്ങനെ തന്നെയാണ്. ഉമ്മയ്ക്ക് മാത്രമാണ് സ്ഥാനമെങ്കിലും ഉപ്പ സ്വർഗത്തിൻ്റെ മധ്യ കവാടമാണ്. രണ്ടുപേരോടും നമുക്ക് ആ ഒരു പാതയിലൂടെ, മാതാപിതാ ഗുരു എന്ന പാതയിലൂടെ മാത്രമാണ് നമുക്ക് ജന്നത്തിലേക്ക് അടുക്കാനുള്ള വഴി എളുപ്പമാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.